മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ കഴിക്കാൻ പറ്റുന്നതാണ്. മഷ്റൂം ചേർത്തിട്ടുള്ള മാക്കറോണിയാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ചേർക്കാനുള്ള മഷ്റൂം ഞാനിവിടെ സ്കിന്നൊക്കെ കളഞ്ഞ് കഴുകി എന്നെടുത്ത് വെച്ചിട്ടുണ്ട്. 150 ഗ്രാം മഷ്റൂമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരു സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തക്കാളി നമുക്ക് പ്യൂരിയാക്കിയാണ് എടുക്കാനുള്ളത്. മഷ്റൂം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കനത്തിലാണ് എടുക്കുന്നത്. എല്ലാം നമ്മളിപ്പോൾ ഇത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മാക്രോണിയാണ്. 2 കപ്പ് മാക്രോണി ഞാൻ എടുത്തിട്ടുണ്ട്. അത് തിളച്ച വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. മാക്രോണി വെന്ത് കഴിയുമ്പം അതൊന്ന് ഒട്ടിയിരിക്കാതിരിക്കാനാണ് നമ്മളിതിലേക്ക് ഓയിൽ ചേർക്കുന്നത്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. മാക്രോണി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലിന് പകരം സാധാരണ ഓയിൽ വേണേലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കി വെച്ചിരുന്നതാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടിയാണ് ചേർക്കുന്നത്. മഷ്റൂം ആയതുകൊണ്ടാണ് പെരുംജീരകം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്, അതായത് ഫെന്നൽ സീഡ്സ്. അത് നമ്മൾ ഫെന്നൽ സീഡ്സ് ചേർക്കുമ്പം ഒരു ഇറച്ചി മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി ആക്കിയത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1 ടൊമാറ്റോയാണ് നമ്മളിവിടെ പ്യൂരി ആക്കിയത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മാക്രോണി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഈ വെള്ളത്തിൽ നിന്നും ഇത് ഊറ്റിയെടുത്തതിന് ശേഷം അല്പം പച്ചവെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഊറ്റിയെടുത്ത് വെക്കാം. ടൊമാറ്റോ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. മാക്രോണി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പ് ഇതിലേക്ക് ചേർക്കാനായിട്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മഷ്റൂം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മഷ്റൂം കുക്കായി കിട്ടും. ഇപ്പോൾ മഷ്റൂം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസുമാണ്. സോസുകൾ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയൊക്കെ മാക്രോണിയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഇപ്പോൾ മാക്രോണിയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ചീസ് ചേർക്കുന്നില്ല, ഫ്രഷ് ക്രീം മാത്രമാണ് ചേർക്കുന്നത്. ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം മാത്രമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ മാക്രോണി തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ മസാലകളൊക്കെ ചേർത്തിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറ്റാലിയൻ ഹെർബ്സ് ഒന്നും ചേർക്കുന്നില്ല.
പകരം ഞാനിവിടെ അല്പം മല്ലിയില മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ മസാലകളൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ അതല്ലാതെ വേറെ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് അല്പം മല്ലിയില ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മഷ്റൂം മാക്രോണി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറിന് വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കഴിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.